സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കം ഉണ്ടാക്കിയ ഒരു മാസക്കാലം നിറഞ്ഞു നിന്ന ആരോപണങ്ങൾ ഒടുവിൽ PV അൻവർ അടങ്ങി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖം കറുപ്പിച്ചതിന് പിന്നാലെയാണ് അൻവറിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. പരസ്യ പ്രതികരണങ്ങൾ അവസാനിപ്പിക്കുന്നതായും സമീപനം വിഷമിപ്പിച്ചെങ്കിൽ പാർട്ടി സഖാക്കളോട് ക്ഷമ ചോദിക്കുന്നതായും അൻവർ വ്യക്തമാക്കി. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന ഒരു ഫേസ്ബുക്ക് കവർ ഫോട്ടോ ഇട്ടിരുന്നു അൻവർ, അതും മാറ്റി. കൂടുതൽ വിവരങ്ങൾ അരുൺ അമൃതാഥും AK സ്റ്റെഫിനും നൽകും. ആദ്യം അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പരസ്യമായി ഇനി ഒരു വെളിപ്പെടുത്തലോ പ്രഖ്യാപനങ്ങളോ ഉണ്ടാവില്ല എന്ന ഒരു വെടിനിർത്തലിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിൽ? കാരണം പലരും പിണങ്ങി നിൽക്കുകയാണ് എങ്കിൽ ഒപ്പം ചേർക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലേക്കൊക്കെയാണോ PV അൻവർ നീങ്ങുന്നത്? അതോ കൂടുതൽ ആരോപണങ്ങളുമായി കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുമോ? ഗുഡ് മോർണിംഗ് മോത്തി. ആദ്യം തന്നെ അൻവറിൻ്റെ പ്രയോഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അൻവർ പറഞ്ഞത് ഒരുപാട് വിക്കറ്റുകൾ വീഴ്ത്താനുണ്ടെന്നാണ്. ആദ്യ വിക്കറ്റുകൾ വീണു, ഇങ്ങനെ അൻവർ വിക്കറ്റുകൾ എണ്ണി വരികയായിരുന്നു. പക്ഷേ അതിനിടെ ഓവർ തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് ബോളിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അൻവർ. അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. എന്താണ് അതിനുണ്ടായ കാരണം എന്നതിലേക്ക് തന്നെയാണ്. ഇന്നലെ വരെ ഉണ്ടായ ഒരു അൻവർ ഈ FB പോസ്റ്റ് ഇടുന്നതിന് മുമ്പേ വരെ ഇനി എന്ത് എന്നൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയായിരുന്നു. കാരണം അത്രമേൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ ആരോപണങ്ങൾ, പ്രതികരണവും മുഖ്യമന്ത്രി എത്തുന്നു. പിന്നാലെ തന്നെ അൻവറിൻ്റെ മറുപടി, അതിൽ തന്നെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിൽ പാർട്ടി സമ്മേളനം അടക്കം നടക്കാനിരിക്കെ പാർട്ടിയെ വലിയ രീതിയിൽ ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയുണ്ട്, ഒരു പ്രതിരോധമുണ്ട്. അത് ഏത് രീതിയിലുള്ള ഒരു ആഘാതമാണ് ഉണ്ടാക്കുക രാഷ്ട്രീയപരമായി എന്ന ചോദ്യമൊക്കെ ഉയർന്നു നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് ഈ പാർട്ടി അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. പിന്നാലെ അൻവർ ഒരു വെടിനിർത്തലിന് തയ്യാറാകുന്നത് എന്നുള്ള കാര്യമാണ്, അൻവർ അടങ്ങുകയാണ് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. അത് ഒരു പര്യവസാനമാണോ? അത് ഏത് ഘട്ടത്തിലാണ് അങ്ങനെ അൻവർ അതിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നു നിൽക്കുന്നത്. അൻവർ പറഞ്ഞ കാര്യങ്ങളിലൂടെ കൂടെ നമുക്ക് പോവുകയാണെങ്കിൽ FB പോസ്റ്റിലേക്ക് വന്നാൽ, ഇത്ര സമൂഹ നന്മയ്ക്കായി ഒരു വിഷയം ഉന്നയിച്ചു വന്നു. ആ വിഷയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ചില പുഴുക്കത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടി നിർദ്ദേശം അനുസരിക്കുന്നത്. അത് ശിരസാവഹിച്ചുകൊണ്ട് തന്നെ അൻവർ പറയുന്നു, പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ, ഇപ്പോൾ തൽക്കാലം എല്ലാത്തിനും പര്യവസാനമായിരിക്കുന്നു, പരസ്യ പ്രസ്താവന നിർത്തുന്നു എന്നുള്ള കാര്യമാണ് അൻവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അൻവർ പറയുന്നുണ്ടെങ്കിൽ പോലും പാർട്ടി നിർദ്ദേശത്തിന് അൻവർ വഴങ്ങുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ നിലപാടിന് പിന്നാലെയാണ് പാർട്ടി നിലപാട്, ഒരു ഫൈനൽ നിലപാട് കൺക്ലൂഷനിലേക്ക് പാർട്ടിയും എത്തുന്നത്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും എത്തുന്നത് എന്നുള്ളത്. അതുവരെ പാർട്ടിക്ക് പരാതി നൽകിയപ്പോഴും സംസ്ഥാന സെക്രട്ടറിയോട് നമ്മൾ ചോദിക്കുമ്പോൾ പോലും ഇതിൽ അൻവറിൻ്റെ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് പാർട്ടി ഇതുവരെയും വ്യക്തമാക്കിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് പാർട്ടിക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അതേ സ്വരം തന്നെയാണ് പാർട്ടിക്കും ഉണ്ടായത്. അതിന് പിന്നാലെ അൻവർ വഴങ്ങുന്നു എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് തൽക്കാല പര്യവസാനമായെങ്കിൽ പോലും മോത്തി ചോദിച്ചതുപോലെ തന്നെ ഇനി അൻവർ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാം അവസാനിപ്പിച്ചു തന്നെ ഈ അന്വേഷണത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് നിൽക്കുമോ, അതോ കൂടുതൽ ആരോപണവുമായി ഇനിയും വരുമോ എന്നുള്ളത്, എൻ്റെ ഒരു ട്വിസ്റ്റ് അങ്ങനെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ്. സമ്മേളനങ്ങൾ ഇരിക്കുകയാണ്. രണ്ട് തരത്തിൽ തന്നെ പാർട്ടിയെ ബാധിക്കുമെന്നുള്ള കാര്യമുണ്ട്. പാർട്ടിക്കിടയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അൻവറിനൊരു രഹസ്യമായ പിന്തുണ ഉൾപ്പെടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഉള്ള വ്യക്തമാണ്. ആ നിലയ്ക്ക് കൂടിയാണ് പാർട്ടി അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്നത്. അപ്പോൾ ഇത് എല്ലാത്തിനും ഒരു അവസാനമായോ എന്നൊരു ഘട്ടത്തിലേക്ക് ഒരു ചോദ്യം എത്തിയിരിക്കുന്നു. അവിടെയും സർക്കാരിന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അത്രമേൽ ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയായിരുന്നു അൻവർ. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി അൻവറിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്നത്. ഒപ്പം തന്നെ പാർട്ടിയും അതേ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അൻവർ പോരാട്ടം തുടരുമെന്ന് അവിടെ പറയുന്നുണ്ട്. തൽക്കാലം പാർട്ടിയിലും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണോ അൻവർ? അത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് മോത്തി. പക്ഷെ അരുൺ, അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നു എങ്കിൽ അതെന്തുകൊണ്ട് ആ തരത്തിൽ സ്വാധീനിക്കാനായി പാർട്ടിയുടെ ഭാഗത്തു നിന്നൊരു ശ്രമം നടന്നിട്ടുണ്ടോ? ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഈ ആഭ്യന്തര വകുപ്പിനെ മുൾമുനയിൽ നിർത്തി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുമ്പോഴും ഈ ഉന്നയിച്ച ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് പോകുന്നില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അതിനൊരു അവസാനവും വേണ്ടതുണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ മറികടക്കുന്നു എന്നതും ഒരു ചോദ്യമാണ്.
അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ആദ്യമായി അൻവറിന്റെ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അതിനെല്ലാം കൃത്യമായ മറുപടിയിലൂടെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ADGPക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അൻവർ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങളെയും അൻവർ തള്ളിയതും പ്രത്യക്ഷത്തിൽ തള്ളുന്നില്ലെങ്കിൽ കൂടി അൻവർ നിരസിച്ച രീതി നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ മനോവീര്യം കെടുത്തിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് ഉദാഹരണ സഹിതം സ്വർണ്ണക്കടത്ത് കേസിന്റെ ഉദാഹരണം സഹിതം ശശിക്ക് വരെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ ചോദ്യമായി ചോദിച്ചുകൊണ്ടായിരുന്നു അൻവർ ആ പ്രതിരോധം തീർത്തത്. പക്ഷേ പിറ്റേ ദിവസം, അതായത് ഇന്നലെ പെട്ടെന്ന് പാർട്ടിയുടെ പ്രതികരണം വരുന്നു. വൈകുന്നേരത്തോടു കൂടി അത്തരത്തിലേക്ക് ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയാണ്. അപ്പോൾ അൻവറിന് അത്തരത്തിൽ പെട്ടെന്നുണ്ടായ ഒരു മനംമാറ്റം എന്തായിരിക്കും? കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടിൻ്റെ പിന്നെയും കൂടുതൽ ശക്തമായി തന്നെയാണ് അൻവർ പ്രതികരിച്ചത് എന്നത് വ്യക്തമാണ്. ഇന്നലെ വരെ നമ്മൾ എത്തി നിന്ന പോയിന്റിൽ നിന്ന് ഇന്ന് അത് വ്യതിചലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ ഇനി അൻവർ എന്ത് എന്നൊരു ചോദ്യത്തിലേക്ക് നിന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടായ അൻവറിന് ഒരു മനംമാറ്റം എന്തായിരിക്കും? അതിന് പല കാരണങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ എന്തായിരിക്കും അൻവറിനെ സ്വാധീനിച്ചൊരു ഘടകം? ഈ പാർട്ടി പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം, രാഷ്ട്രീയമായ കാരണങ്ങൾ. അത് എന്തൊക്കെയാണ് എന്ന് പറയാൻ നമുക്ക് സ്റ്റെഫിനൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റെഫിനിലേക്കൊന്ന് പോകുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ രാഷ്ട്രീയത്തിൽ പലപ്പോഴും കോളിളക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, സംഭവ വികാസങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രത്യാരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്, പടലപ്പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ഇപ്പോൾ പാർട്ടിയെ, CPM-നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ മുന്നണിയിലെ MLA ആയ PV അൻവർ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. പക്ഷേ ഈ ഘട്ടത്തിൽ പിന്നോട്ട് നിൽക്കുകയാണ് അല്പമെങ്കിലും PV അൻവർ എങ്കിൽ അതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്തായിരിക്കും? അതിന് പിന്നിൽ രൂപപ്പെട്ട രാഷ്ട്രീയ കളികൾ അതെന്തായിരിക്കും? മോത്തി, ആദ്യം തന്നെ അൻവർ പിന്നോട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അൻവർ കൊടുത്തുവിട്ടിരിക്കുന്ന ആ ഒരു തീ അതൊരു കാട്ടുതീയായി പടർന്നു കഴിഞ്ഞു. കാരണം ഇനിയാണ് യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ സജീവമായി ചർച്ചയാകാൻ പോകുന്നത്. കാരണം ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാത്രമേ ഇതുവരെ പൂർത്തിയായിട്ടുള്ളൂ. ഇനി ലോക്കൽ സമ്മേളനങ്ങളിലേക്കും ഏരിയ സമ്മേളനങ്ങളിലേക്കും ജില്ലാ സമ്മേളനങ്ങളിലേക്കും ഒക്കെ തന്നെ പാർട്ടി കടക്കുകയാണ്. ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ, അടുത്തടുത്ത മാസങ്ങളിലൊക്കെ തന്നെ അത് പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ വിഷയം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അത്രയധികം മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസ് സംവിധാനത്തെയും എല്ലാം തന്നെ വിമർശിച്ചുകൊണ്ടുള്ള പല ആരോപണങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതെല്ലാം തന്നെ പാർട്ടിയിൽ ഇനി വരുന്ന എല്ലാ യോഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സമ്മേളനങ്ങളിലും ചർച്ചയാകും. കാരണം ബ്രാഞ്ച് സമ്മേളനം മാത്രം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, ഏതാണ്ട് പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള സമ്മേളനങ്ങളിൽ പോലും ഈ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അതൊന്നും ബ്രാഞ്ച് സമ്മേളനം ആയതുകൊണ്ട് വലിയ തോതിൽ വാർത്തയിലൊന്നും ഇടം പിടിക്കാതെ പോയി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന സമ്മേളനങ്ങളിൽ പാർട്ടിയിൽ ഇത് ചർച്ചയാകും. അങ്ങനെ താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഉള്ളത് എന്ന് അതിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രി ഏതായാലും അൻവറിനെ തള്ളിയിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമാണോ പാർട്ടി പ്രവർത്തകർ, പാർട്ടി ഒന്നാകെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. മുഖ്യമന്ത്രി അൻവറിനെ തള്ളിയതിന് പിന്നാലെ ഏതായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പരസ്യ പ്രതികരണമൊക്കെ തന്നെ ഒഴിവാക്കണമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള ഒരു അമർഷം മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെയും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായിട്ടുള്ള വികാരവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പല സൂചനകളിൽ നിന്നും പലരിൽ നിന്നൊക്കെ തന്നെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സ്റ്റെഫിനിലേക്ക് ഇനി കൂടുതൽ വിവരങ്ങൾക്കായി വരുന്ന മണിക്കൂറുകളിലൊക്കെ വരാം. സ്റ്റെഫിനും അരുൺ അമൃതനാഥുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും PV അൻവറിൻ്റെ യുദ്ധം, വിക്കറ്റുകൾ ഒരുപാട് വീഴാനുണ്ട് എന്ന് പറയുമ്പോഴും അല്പസമയത്തേക്ക് ആ ഗെയിം അവസാനിപ്പിച്ചിരിക്കുകയാണോ അതോ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി മറ്റെന്തെങ്കിലും ആരോപണങ്ങളുമായി തിരികെ വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.